രണ്ടാളെ കാണിക്കുമ്പോൾ ഒറ്റ കമന്റേ ഉള്ളൂ, മുടി വെട്ടാനായിരിക്കും. എത്തിയപ്പോ വീട്ടിലുള്ള നെന്നു തപ്പടെ നെന്നുന്റെ അതേമാതിരില്ലേ കാണാന്. ആ വയ്യാത്ത കാലമേ തന്നെ എനിക്ക് ചാടി കയറി ഇരിക്കണം. ഞാൻ റിയാക്ഷൻ വീഡിയോ ഞാൻ ഇട്ട് തരാം. നല്ല കുട്ടി ആയതുകൊണ്ട് ഇപ്പൊ നല്ല പറയല്ലോ. അപ്പൊ ഗായ്സ്, ഞങ്ങൾ ഇന്ന് ഫർസൂന്റെ വീട്ടിലേക്ക് പോവാണ്. ഉമ്മാനെ 2 ദിവസം അവിടെ നിർത്താൻ വേണ്ടി പോവാണ്. 2 ദിവസം അന്നൂസിന് സ്കൂളിൽ, അപ്പൊ അന്നൂസും ഒപ്പം പോകുന്നുണ്ട്. എന്താ പറയുന്നുണ്ട് അവിടുന്ന്? ഞാകി പറയുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. റബ്ബിലാലമിനായ തമ്പുരാനെ, ഉമ്മ ആരും മരിയോനെ വിളിക്കാൻ പാടുണ്ട് അങ്ങനെ? അപ്പൊ ജീവനമ്മ ബാക്കിൽ ഇരുത്തിട്ടുണ്ട്. നല്ല കുറുമ്പത്തിയായിട്ട് കുറച്ചേരം അവള് കിടന്നുറങ്ങി. അതിന് ശേഷം നമ്മൾ ഇൻട്രോ എടുക്കുന്നു കേട്ടോ. സ്പെഷ്യൽ സാധനം ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ട്. സന്ധ്യന്റെ പേര് മറ്റേ ഉലുവ, എന്താ അതിന്റെ പേര്? ഉലുവ ആക്കിയതോ? ആ, അപ്പൊ ഉലുവ ആക്കിയത് ഉലുവ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ഉലുവ തിന്നിട്ടില്ല. അപ്പൊ ഉമ്മ ഇവിടുന്ന് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കാണ്. പിന്നെ കുറച്ച് ദിവസം ഉമ്മ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഉമ്മ കുറച്ച് ബിസി ആയിരുന്നു. അടുത്ത പോയിന്റ് പക്ഷെ സബ്സ്ക്രൈബറാണ് ഉമ്മ. അതിൽ ഉമ്മ ഞങ്ങളുടെ ഒരു കമന്റ് കണ്ടു. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഫർസൂനെ ഉമ്മ കാണാൻ പോകുന്നില്ല. ഫർസു ഒറ്റക്കാണ് അവിടെ കഷായം ഉണ്ടാക്കുന്നത്. അങ്ങനെ മാങ്ങ തേങ്ങ ചക്ക എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ കമന്റ് ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മൈൻഡൊക്കാൻ പോയില്ലേ, ഫർസൂന്റെ ചാനലിലോട്ടോ കണ്ടത്. കേറി ഞങ്ങളെ ചാനലിലേക്ക് വന്നു ലോസികാക്ക. പക്ഷെ അതിന്റെ റിയാക്ഷൻ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാനിപ്പൊ നല്ല മൂഡിലായതുകൊണ്ട് ഇപ്പൊ പറയണില്ല അല്ലേ. നല്ല മൂഡിലല്ലെങ്കിൽ തെരൊന്നും പറയില്ല. പക്ഷെ കാരണം ഇന്റെ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ ബിസിയാണ്. അതിനെ പറ്റിയിട്ട് ഒരു പെണ്ണൊരു കമന്റ് ഇട്ടുണ്ടായിരുന്നു, നീ ഇങ്ങനെ മോഡലിംഗ് ചെയ്ത് നടന്നോ? ഫർസു അവിടെ ഒറ്റക്ക് ഫർസു അവിടെ ഒറ്റക്ക് കഷ്ടപ്പെടാണ്, ഓള് ഒറ്റക്ക് പണിയെടുക്കാണ്, ഇജിങ്ങനെ നടന്നോന്ന്. ഒരു കാര്യം എനിക്ക് ആ പെണ്ണിനോട് ചോദിക്കാറുണ്ട്. പക്ഷെ അവളെ പേര് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കണു. അത് ഞാൻ റിയാക്ഷൻ വീഡിയോയിൽ ഞാൻ ഇട്ട് തരാം. നല്ല കുട്ടി ആയതുകൊണ്ട് ഇപ്പൊ നല്ല പറയല്ലോ. ഇമ്മാര് വർത്താനം പറയാൻ പാടില്ല, ഞങ്ങൾക്കുള്ള തരാം. ഒന്നാമത്തെ ഓളെ 2ാമത്തെ പ്രസവമാണ്. 1ാമത്തെ പ്രസവം നമ്മളെ വീട്ടിൽ നിന്ന് തന്നെയായിരുന്നു. നാട്ടില് 1ാമത്തെ പ്രസവല്ലേ പെണ്ണ് ചെക്കന്റെ വീട്ടില്, 1ാമത്തെ പ്രസവം പെണ്ണിന്റെ വീട്ടില്, 2ാമത്തെ തൊട്ടിൽ അങ്ങോട്ടുള്ളതൊക്കെ പിന്നെ ചെക്കന്റെ വീട്ടിൽ. അങ്ങനെയല്ലേ എല്ലാ നാട്ടിലും. ഇവിടെ അതന്നെ ചെയ്യണുള്ളൂ. ഇപ്പൊ ഫസ്റ്റിന്റെ പ്രസവത്തിന് പിന്നെ ഉമ്മാന്റെ കൂടെ ആയിരുന്നു അല്ലെ, 30-40 എത്രയാ. പിന്നെ അവര് അവിടുന്ന് പോയി, നമുക്ക് പോണെന്ന് പറഞ്ഞപ്പോ അവരെന്നെ പോയി അല്ലേ. ഓന്റെ അമ്മക്ക് സുഖമില്ല പറഞ്ഞപ്പോ, സോറി അജീമക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഫർസൂന് 30-40 ദിവസം ആകുമ്പോത്തിന് 40 വേണ്ടത് 30 കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ 2ാമത്തെ പ്രസവവും ഇമ്മന്നായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ അറിയാം. പക്ഷെ ഈ കമന്റ് ഇടുന്ന ആൾക്കാരെന്താ ഇങ്ങനെ പറയുന്നത് ഞങ്ങൾക്ക് അറിയില്ല, നമുക്കും അറിയില്ല. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഫുള്ളായിട്ട് കണ്ടിട്ട് കമന്റ് ഇടാം. അങ്ങനെ പ്രശ്നം വരില്ല. ബന്ധമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ പറയും. പക്ഷെ പറയുന്നൊക്കെ എന്താ പറയാ, ബാക്കിയുള്ളവർക്ക് ഹേർട്ട് ആവുന്ന കാര്യം ഉമ്മാനെ കുറിച്ചൊക്കെ പറയും. പക്ഷെ ഞാൻ എന്റെ ഉമ്മനെ പറ്റിയിട്ട് ഒരാളും ഒന്നും പറയാൻ സമ്മതിക്കാം. അല്ലെങ്കിൽ അത് തീരെ താല്പര്യമില്ലാത്ത കാര്യം, അറിയാത്ത കാര്യങ്ങൾ വിളിച്ച് പറയാൻ നമ്മൾ തന്നെ വേറെ ഒരാളെ കാര്യത്തിൽ ഇടപെടലുമില്ല. ഒരാൾക്കൊരു കമന്റ് ഇടാനോ ഞങ്ങള് പോവാറില്ല. ഓക്കെ, അതിനുള്ള മറുപടി ഞാൻ അതൊക്കെ നല്ല രീതിയിൽ പഴംപൊരി ആയിട്ടൊക്കെ തരണ്ട്. അവിടെ നിൽക്കാൻ ടൈം ആയില്ല. അപ്പൊ നല്ല മൂഡായിട്ട് ഞാൻ റിയാക്ഷൻ ഒന്നും ചെയ്യലില്ല. പക്ഷെ ഉമ്മ ആ കമന്റ് കണ്ടിട്ട് ഉമ്മ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു, ഈ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെ ഭാഷ, അങ്ങനെ ഒന്നും ഇല്ലാന്ന് എന്തൊക്കെയായി പറയണത്, ഞാൻ എങ്ങനെ ചെയ്യേണ്ടത് എനിക്ക് അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്കും സങ്കടമായി. അതുകൊണ്ട് ജസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അല്ലാതെ ഇപ്പൊ ഈ നെഗറ്റീവ് കമന്റ്സ് വരേണ്ടതോ അതൊന്നും ഇപ്പൊ യൂട്യൂബർമാർക്ക് ആർക്കും ഒരു പുത്തരിയുള്ള കാര്യമില്ല, എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. കൊറേ വീട്ടിലിരുന്ന് കണ്ട് മൊനഡിച്ച ഐറ്റംസ് ഉണ്ട്, അത് നോക്കാം. അപ്പൊ എന്തായാലും നമ്മളിവിടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ വാതിലൊക്കെ അടിച്ച് പൂട്ടിഞ്ഞേടിയും പോയോ?
ഇല്ല എല്ലാരും ഉണ്ട്. പുറത്ത് അയൽമ കണ്ടില്ലേ? ഈ മഴയുള്ള സമയത്ത് അങ്ങനെ ചെട്ടിട്ട് വെച്ച് പുറത്ത് പോവില്ല. അപ്പൊ ഇനി നേരെ മോളടുത്ത് പോവാം, മോന്റെ അടുത്ത് പോവാം. വരുന്നില്ല മങ്ങൾ ഇവിടെ കിടക്ക. ഉമ്മ നോക്കണ്ട ക്യാമറ. നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിയപ്പോ വീട്ടിലുള്ള നെന്നു തപ്പടെ. നെന്നുന്റെ അതേമാതിരി ഇല്ലേ കാണാന്? ഇല്ലമ്മ നെന്നുന്റെ അതേ കട്ടായില്ല ഇപ്പൊ കാണാന്. നെന്നുവിന്റെ കണ്ണ്, നെന്നുവിന്റെ മോക്ക്, നെന്നു വെറുതെ കിടന്നുറങ്ങും. ഞാൻ ജീവ ഇവിടെ നിന്നോട്ടാ. നമുക്ക് ഈ കുട്ടിയുണ്ട്, പുതിയ കുട്ടിയുണ്ട്. ഞങ്ങള് പുതിയ കുട്ടീനെ കൊണ്ടുപോയിക്കോളാട്ടാ ജീവു ട്ടാ. ജീവ ഇവിടെ നിന്നോ. രണ്ടാളെ കാണിക്കുമ്പോൾ ഒറ്റ കമന്റേ ഉള്ളൂ, മുടി വെട്ടാനായിക്കണ്. ഇവിടെയും വെട്ടാനായിക്കണ്. ജീവന്റെ ഒരു വട്ടം കളിക്കണ്. ഓരോ ഓരോ പൊച്ചോ പൊച്ചോനെ നെന്നു നോക്കണ പോലെ തന്നെ എനിക്ക് നെന്നുവിനെ തന്നെ ഫീൽ ചെയ്യുന്നു. നമ്മളെ കണ്ട സന്തോഷത്തിൽ ഞാൻ പറയുന്നത് ദിവ വരുന്നുണ്ട്, വേ മാറ്റിക്കോ കുളിച്ചോന്നൊക്കെ പറഞ്ഞതാ. എല്ലാവരും ഡൗസർ എടുക്കൂല, ദിവ വരുന്നത് പറഞ്ഞപ്പോ ഡൗസർ കൊടുത്തതാ. ആര് ചുത്താൻ മാനിയാണ്. പക്ഷെ ഭയങ്കര സീരിയസ് ചിന്താഗതിക്കാരനാട്ടോ. ഒരാൾക്ക് വല്ലാതെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ചാടുണ്ട് ചാടുണ്ട്. ചുണ്ടൊക്കെ പോയി. മമ്മ എടുത്തോട്ടല്ലേ കുട്ടീനെ. ഏയ് ഏയ് ആ ആ ആ അങ്ങനെണ്ടാ? ജീവ എടുത്തോ കുട്ടീനെ എടുത്തോ. ഇല്ല ഇത് സങ്കടാണ്, ഇത് സങ്കടാണ്. ഇതൊക്കെ 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 മാനടുത്ത് കാണിച്ചു കൊടുക്കും, മാനടുത്ത് കാണിച്ചു കൊടുക്കും. അതാ മടുത്ത് മടുത്ത് ഇതൊക്കെ. ആ ആ ഇനി കാര്യം ഉണ്ട് കേട്ടോ. ഇല്ല അത് വലിയ കുഴപ്പമില്ല. അത് എന്റെ കയ്യിൽ വന്നില്ല ഇപ്പൊ. നോക്കണ കുട്ടി നോക്കണം. അത് കുഴപ്പമില്ല, പക്ഷെ അജുബ എടുത്ത് പറ്റിയില്ല. കുറച്ച് കഴിയണം. ഇതെന്റെ പെങ്ങളാണ്, അനിയത്തിയാണ്, സിസ്റ്റർ ബഹൻ. 4 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. മനസ്സിലായിക്കോ? 2-3 തീയതി. ഒന്ന് ജൂലൈ 3, ഒന്ന് ഒക്ടോബർ 3. പറഞ്ഞിരുന്നില്ല ഇന്ന് പ്രസവിക്കുകയാണെങ്കിൽ ജീവന്റെ അതേ 3-3. ഫുള്ള് സീരിയസ് ചിന്താഗതിക്കാരനാണ്. ആ കാരി 2 ദിവസം മുമ്പ് മുട്ടിന്റെ ചിരട്ടക്ക് നമ്മള് ഡോക്ടറെ കാണിച്ചിരുന്നു ഉമ്മാനെ. അതിന് കാരണം എനിക്ക് ഇപ്പഴാ മനസ്സിലായത്. വരുമ്പോഴൊക്കെ ആ വയ്യാത്ത കാലമേ തന്നെ എനിക്ക് ചാടി കയറി ഇരിക്കണം. ഇവിടെ നിലത്ത് അവിടെ ഇരുന്നാ പോരെ. മൂത്ത കുട്ടിയെ ജുബിക്ക് ബുദ്ധി ഉണ്ട് കണ്ടോ അടിയിലിരിക്കണത് അല്ലേ? കുട്ടി കളിക്കുന്നുണ്ട്. എന്റെ അമ്മക്ക് തന്നെയാണ് ഓടോ അതിന്റെ മുട്ടിന്റെ ചിരട്ടക്ക് വെക്കടോ. ഈ ഇരിക്കണ എന്റെ അക്കാരോട് ഈ മെല്ലനാണോ അത് അമർത്തിയാണ് ഇരിക്കണത്? ആ കഴിഞ്ഞപ്പോ ഏയ് ഏയ് ആ ആ അത് പോണു. ആ നമ്മള് വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. പോകുമ്പോ ഉമ്മാനെ ഇവിടെ കൊടുത്തിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മള് കൊണ്ടുപോവാണ് കേട്ടോ. എടാ കുരിപ്പ ഇത് ഞങ്ങളുടെയാണെന്ന് ഞങ്ങള് വർഷങ്ങൾക്ക് മുമ്പ് വ്ളോഗ് ഇട്ടിക്കണ്. ഞങ്ങളെ സ്ലീപ്പി നാനി, ഞങ്ങളെ പൊട്ടി. വീഡിയോയിലായതുകൊണ്ട് ഞാൻ തെറി പറയണില്ല. എന്നാ പോട്ടമ്മ, ഞങ്ങള് പോയി. ഹലോ എന്റെ കുട്ടീനെ എടുക്കാൻ മറന്നുപോയി. അതിന് വാങ്ങിക്കോളി വാങ്ങിക്കോളി. ആ ഓൾക്ക് വേറെ ആരും ഓളെ അല്ലാതെ എടുക്കാൻ പാടില്ല. ആ ചിലപ്പോ ഉമ്മ എടുത്ത് കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമ്മള് പോവാണ്. പോയി ആ 2 ദിവസത്തെ കൂടുതൽ ഞങ്ങൾ നിർത്തൂല കേട്ടോ. അവിടെ വീട്ടുപണിയൊക്കെ ഉള്ളതാണ്. ഉമ്മ
നിങ്ങൾക്ക് തിരുമ്പിടാനുള്ളതൊക്കെ ഞങ്ങളവിടെ മാറ്റി വെക്കാട്ടെ. ഞങ്ങൾ വന്നിട്ടേ തിരുമ്പുള്ളൂ.